ഇവിടുന്ന് സൗണ്ട് കേട്ടായിരുന്നു. അത് നിങ്ങൾ ആരെങ്കിലും ആണോ? പാമ്പ്! എൻ്റെ ദൈവമേ! ഇപ്പോഴോ? ആരതെ? ആരതെ? ഹലോ? പല പട്ടി ഇത് തട്ടി ആന മുട്ട ഇതേ തട്ടി കൂടുന്നു. ഒന്നാക്കി ആയതെല്ലാം പൊളിഞ്ഞിരിക്കും. ഇതെല്ലാം എന്താ ബ്രോ അത്? ഓ മൈ ഗോഡ്, ആരാ ബ്രോ അത്? നിങ്ങളും കൂടിയല്ലേ ബ്രോ അത്? നിഴല എന്താണ്? ദൈവമേ! ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്. എന്നാ പിന്നെ തുടങ്ങാം. ഹായ് ഗായ്സ്, പുതിയൊരു പോസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്ന ലൊക്കേഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇതുവരെയുള്ള ആ വ്ളോഗിൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും. കാണാത്തവർക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിരിക്കാം. സോ അത് കണ്ടിട്ട് ഈ വീഡിയോ കാണുക. ഓക്കെ, സോ ഞങ്ങളിവിടെ എങ്ങനെയാണ് എത്തിപ്പെട്ടത് എന്നൊക്കെ ഉള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആ വീഡിയോയിൽ ഞങ്ങൾ പറയുന്നുണ്ട്. സോ ഇപ്പോൾ ആ വീഡിയോയിൽ ഞാനും നജീബും വന്നിട്ടുണ്ട് ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഭയങ്കര കഷ്ടപ്പെട്ട് ഭയങ്കര കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടാണ് ഈ ഒരു സ്ഥലത്ത് എത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കഷ്ടപ്പെട്ടല്ലോ എല്ലാ സ്ഥലത്തും പോകുന്നത്. പിന്നെ വീണ്ടും വീണ്ടും കഷ്ടപ്പെട്ട് എന്ന് പറയുമ്പോൾ കഷ്ടപ്പെടുന്നതിന് അതിൻ്റെ വില അറിയത്തുള്ളൂ. സോ ഞാൻ പറയും. ഓക്കെ, കാരണം അത്രമാത്രം ബുദ്ധിമുട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് അറിയത്തുള്ളൂ. ഇപ്പോൾ ഇവിടെ ലാസ്റ്റ് എത്തിയതിനു ശേഷം ട്രൈപോഡ് ക്യാമറ ഫിക്സ് ചെയ്യുന്നു. ഗൈസ് അടുത്ത് വന്നിട്ട് ഗൈസ് അടുത്തുള്ളൊരു ഹൈവേ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സൗണ്ട് വന്നിട്ട് നോയ്സ് ശരിക്കും കാണും. സോ പ്ലീസ് അഡ്ജസ്റ്റ്. കോളർ മൈക്കൊന്നുമില്ല. അതുകൊണ്ട് തന്നെ സൗണ്ട് നോയ്സ് കാണും. ഗായ്സ് വന്നിട്ട് സൗണ്ട് കേൾക്കുന്നവർ ഏതൊക്കെ സ്ഥലത്താണ് ടൈമിലാണ് സൗണ്ട് കേൾക്കുന്നത് എന്നുള്ളത് താഴെ മെൻഷൻ ചെയ്യുക കമന്റ് സെക്ഷനിൽ. ഓക്കെ, ഞങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും മിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ. സോ ഇതാണ് സംഭവം. മൈക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, മൈക്ക് പോയിരിക്കുകയാണ്. സോ അതേപോലെ ട്രൈപോഡ് ഫിക്സ് ചെയ്യുമ്പോൾ ആ ട്രൈപോഡിൻ്റെ ആ ഒരു ഹോൾഡർ പൊട്ടിയിരിക്കുകയാണ്. ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു. ബട്ട് ആ ഫിക്സ് ചെയ്യുന്ന ഹോൾഡർ വന്നിട്ട് പൊട്ടിയിരിക്കുന്നതിനാൽ ഇപ്പോൾ ഈ ലൈറ്റ് സെപ്പറേറ്റ് ഇങ്ങനെ പിടിക്കണം, ട്രൈപോഡ് ഇങ്ങനെ പിടിക്കണം എനിക്കിപ്പോൾ. സോ വേറെ വഴിയില്ല, വന്നുപോയി ഷൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒന്ന് ആലോചിക്കുക, ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് വയ്ക്കുക ഞങ്ങളെ. സോ എന്തോ ഇരിക്കട്ടെ. സോ ഇനിയിപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടണം കേട്ടോ, ശ്രദ്ധിച്ച് കേട്ടോണം. കാരണം ഈ ഒരു ബിൽഡിങ്ങിൽ നടന്ന ഇൻസിഡന്റ് അല്ലത്. ഈ നാട്ടിലെ ഒരു അച്ഛന്, അതായത് നമുക്കൊക്കെ ജന്മം തന്ന ഒരു അച്ഛൻ, അങ്ങനത്തെ ഒരു അച്ഛന് സംഭവിച്ച ഒരു സംഭവ കഥയാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. അത് പറയുമ്പോൾ തന്നെ ഈ സ്റ്റോറി കേട്ട എനിക്ക് തന്നെ ഏകദേശം വലിച്ചിറങ്ങണമെങ്കിൽ ഇതിന്റെ അടുത്തുനിന്നായിട്ട് സൗണ്ട് കേൾക്കും. അധികം മൈൻഡ് എടുക്കണം. കാരണം ഫസ്റ്റ് ആ കഥ പറയട്ടെ, എന്ത് സംഭവം പറഞ്ഞാൽ തീർത്തോട്ടെ കേട്ടോ. അടുത്തോട്ട് പോകാം. ദൂരെ പോയി കഴിഞ്ഞാൽ ക്യാമറ കിട്ടുമല്ലോ. ആരതെ? ആരെങ്കിലും ഉണ്ടോ അവിടെ?
ഗൈസ് ഇതിൻ്റെ ബാക്ക് സ്റ്റോറി വന്നൊരു കിണറുണ്ട്. ആ കിണർ വന്നിട്ട് അങ്ങനെ 4 പെൺകുട്ടികൾ ആ കിണറ്റിൽ ചാടി സൂസൈഡ് ചെയ്ത് മരിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഇപ്പോൾ ഒരു സൗണ്ട് കേട്ടു ആ ഭാഗത്തായിട്ട്. ആ കിണർ കാണിക്കാം. ആരത്? നോക്ക് പറയുന്നുള്ളൂ. ഇല്ലില്ല, ചുമ്മാ നിൽക്കുന്നിട്ടാണ്. അതാ കണ്ട് നമ്മൾ ലൈറ്റിൽ നോക്കുമ്പോഴത്തേക്ക് ഒരു കുണ്ണാക്കും കാണാൻ പോയാ. ഓക്കെ, ഇതാണ് സംഭവം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് സ്റ്റോറി പറഞ്ഞു. ഓക്കെ, സൗണ്ട് ആയിട്ട് മൈൻഡ് ചെയ്യണ്ട, പറഞ്ഞു കേട്ടെ. സോ ഗൈസ് വന്നിട്ട് ഈ നാട്ടിൽ ഒരു അച്ഛനും ഒരു മോളും ഉണ്ടായിരുന്നു. ആ മോളുടെ അമ്മ, ഈ അച്ഛൻ്റെ ഭാര്യ വന്നിട്ട് ഈ മോളുടെ കൊച്ചിലെ തന്നെ അവർ അമ്മ മരിച്ചു പോയിട്ട്, അതായത് മരണപ്പെട്ടു പോയി. അതിനുശേഷം ഫുൾ വളർത്തിയത് ഈ അച്ഛനായിരുന്നു. ഇത് വന്നിട്ട് ഒരു കല്യാണ മണ്ഡപം, അതായത് വെഡിങ് ഹാൾ എന്ന് പറയും, ഒരു കല്യാണം നടക്കുന്ന ഹാളില്ലേ. സോ ആ ഒരു സംഭവമാണ് ഈ ഒരു കെട്ടിടം. ഇവിടെ വന്നിട്ട് അതായത് ഇവിടെ വീട്ടിൽ ഒരു ദിവസം രാവിലെ ഒരു ഉച്ച ആ ഒരു ടൈമിലൊക്കെ എത്തിയപ്പം അടുത്തുള്ള, അതായത് ഈ കുട്ടിയുടെയും അച്ഛൻ്റെയും വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ആൾക്കാർ അതുവഴി പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ആളനക്കമൊന്നും ഇല്ല. ഇവരുടെ വീട്ടിനകത്തൊന്നും സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല. അടുത്തുള്ളവർ വന്നിട്ട് എങ്ങാണ്ട് ജനലോ കഥകോ എങ്ങാണ്ട് തള്ളി തുറന്ന് നോക്കിയപ്പോൾ ഈ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, ഈ ഒരു പെൺകുട്ടി വന്നിട്ട് വല്ലാത്തൊരു അവസ്ഥയിൽ, ഒരു ഡ്രസ്സൊക്കെ ഒരുമാതിരി വല്ലാത്തൊരവസ്ഥയിൽ, പറയേണ്ട അവസ്ഥയിൽ കാര്യമില്ലെന്ന് നിങ്ങൾക്കത് മനസ്സിലായി കാണുമായിരിക്കും എന്താ ഉദ്ദേശിച്ചെന്നുള്ളത്. അതുപോലത്തെ ഒരു അവസ്ഥയിൽ ആ കുട്ടിയെ അവരുടെ വീട്ടിൽ കിടന്ന് കണ്ടെത്തി. തൊട്ടടുത്ത് തന്നെ അവർ അച്ഛൻ വെള്ളം അടിച്ചിട്ട് കിടക്കുകയാണ്, ഫുൾ ബോധയിൽ കിടക്കുകയാണ്. ഈ കുട്ടിയെ നാട്ടിൽ നമ്മൾ ചേർന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. റിപ്പോർട്ട് വന്നത് ഈ കുട്ടി റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ കുട്ടി വന്നിട്ട് റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആ സമയത്ത് ഇതറിഞ്ഞ നാട്ടുകാരെല്ലാം കൂടി ആ സംഭവം അറിഞ്ഞപ്പോൾ തന്നെ വന്ന് ഈ അച്ഛനെ, ഈ ഒരു വ്യക്തിയെ എല്ലാവരും കൂടി ചേർന്ന് കൈകാര്യം ചെയ്ത് അറിയാതെ ഒരു മർമ്മസ്ഥലം എന്ന് പറയത്തില്ലേ, അവിടെ കൊണ്ട് ആ ഒരു വ്യക്തി മരണപ്പെടുകയായിരുന്നു. എന്നാൽ അതിനുശേഷം ഈ കുട്ടിയെ വന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയതിനു ശേഷം, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയതിന് ശേഷം ഈ കുട്ടിയുടെ പ്രോപ്പറായിട്ടുള്ള ടെസ്റ്റ് എടുത്തതിന് ശേഷം ആരാണ്, അതിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കുമല്ലോ. ആ ഒരു സമയത്ത് അറിയാൻ സാധിച്ചത് ഈ കുട്ടിയുടെ അച്ഛനല്ല ഈ കുട്ടിയെ പീഡിപ്പിച്ചത്. എന്നാൽ നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് ഈ അച്ഛനെ, ഈ വ്യക്തിയെ മർദ്ദിച്ച് കൊല്ലുകയായിരുന്നു. വെറും വെള്ളം അടിച്ചിട്ട് സൈഡിൽ കിടന്നു എന്നതിൻ്റെ പേര് മാത്രം. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കല്യാണ ഹാളാണ്, ഒരു മണ്ഡപമാണ്. ഇവിടെ വന്നിട്ട് ഒരു കല്യാണത്തിന് ശേഷം ഈ അച്ഛനും ഈ മോളും കൂടിയാണ് തിരികെ വീട്ടിൽ പോയിരിക്കുന്നത്. അതിനുശേഷം ഇവർ അച്ഛൻ വന്നിട്ട് നോർമൽ വെള്ളം അടിക്കുന്നതിട്ട് അടിച്ചിട്ട് സൈഡിൽ മാറി കിടന്ന് ഓവറായിട്ട് ബോധമായി. എന്നാൽ ഈ അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ ആണ് ഈ ഒരു പണി ചെയ്തിരിക്കുന്നത്. ഈ അച്ഛന് ഇതൊരു അറിയത്തത് പോലില്ല. ഈ അച്ഛന് ഇത് എന്താണ് സംഭവിച്ചത്, എന്താണ് ഇവിടെ നടക്കുന്നത് എന്നറിയുന്നതിന് മുന്നേ തന്നെ ഈ അച്ഛൻ മരണപ്പെട്ടു പോവുകയായിരുന്നു. ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയത്. ഇപ്പം നമ്മുടെ സൊസൈറ്റിയിൽ, അത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, ഒരു ബസ്സിൽ കയറി കഴിഞ്ഞാൽ അടിഭാഗമോ നമുക്ക് എവിടെയെങ്കിലും ഒരു മർമ്മ സ്ഥലത്ത് ചൊറിയാൻ തോന്നിക്കും, ചൊറിയാൻ പോലും പറ്റത്തില്ല. അടുത്തിരിക്കുന്നവർ പല രീതിയിൽ വീഡിയോ എടുത്തിട്ട് നമ്മൾ അവന്മാരെ നോക്കി ചൊറിയുന്നു, ഇവിടെ നോക്കി ചൊറിയെന്ന് പറഞ്ഞിട്ട് വേറെ രീതിയിലാണ് സ്പ്രെഡ് ആകുന്നത് ന്യൂസ്. ആളുകൾക്ക് ഒരു വിലയില്ലാത്ത ഒരു സമൂഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്നുവെച്ചാൽ തെറ്റേ ആളുകൾ ചെയ്യുന്നില്ലെന്നല്ല പറഞ്ഞിരുന്നത്. എന്നാൽ തെറ്റ് ചെയ്യാത്തവരും വലിച്ചിട്ടുള്ള പരിപാടിയാണ് ചെയ്യുന്നത്. എനിക്ക് തന്നെ ബസ്സിൽ പോകുമ്പോൾ എനിക്ക് വളരെ അനുഭവപ്പെട്ടിട്ടുണ്ട്. ചൊറിയാൻ വയ്യ. ഇവിടെ കൈ വെച്ച് കഴിഞ്ഞാൽ വേറെ നോക്കുന്നത്, വേറെ നോക്കുന്നത് ആരോട് എന്ത് പറയാൻ പറ്റും നമുക്ക്? അവരോട് കുത്തിരി വാദിക്കാൻ പറ്റില്ല. ഇവിടെ ചൊറിയുന്നുണ്ട്, ഞാൻ ചൊറിയതെന്ന് പറയാൻ പറ്റും? അവിടെ പോയി പറ്റത്തില്ല. ഇതാണ് സൊസൈറ്റി. അതിന് ബെസ്റ്റ് എക്സാമ്പിളായിട്ട് നടന്നൊരു ഇൻസിഡൻ്റാണ് ഇത്. അതിനുശേഷം ഈ വ്യക്തി ഉണ്ടല്ലോ, ഈ കുട്ടിയെ വന്നിട്ട് ഇത് ചെയ്ത കുട്ടി, ആ ഒരു വ്യക്തി, ആ ഒരു ആൾ, അദ്ദേഹം വന്ന് മരണപ്പെട്ടു. അതും ഇതുവരെ എങ്ങനെയാണ്, അതായത് അത് വേറൊരു സ്റ്റോറി, അതിലൂടെ പോകുന്നില്ല, സമയം ഒത്തിരി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നടന്ന സംഭവം.
ഇത് കേട്ടതിന് ശേഷം അത് എനിക്കിവിടെ ഷൂട്ട് ചെയ്യണോ വേണ്ടായോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു. കാരണം നമ്മൾ നോർമലി ഒരു സ്ഥലത്ത് ഷൂട്ടിന് പോകുന്നു, ഇതുപോലത്തെ ഒരു ഇങ്ങനെയൊക്കെ നടക്കുന്ന ഒരു ഇൻസിഡൻറ്റ് നടക്കുന്ന ഒരു സ്ഥലത്ത് നടന്നതിന് ശേഷം ഈ ഒരു ഇവിടെ നിന്നാണ് ലാസ്റ്റ് ഒരു പോയിരിക്കുന്നത്. അതുമല്ലാതെ ഈ ഒരു ഹാളിൻ്റെ ഉടമസ്ഥയിൽപ്പെട്ട ഒരാളാണ് ആ ഒരു വ്യക്തി. അതുകൊണ്ടാണ് ഈ ഒരു ഹാളിപ്പോൾ ഇങ്ങനെ നടക്കുന്നത്. ആ സ്ഥലത്താണ് ഷൂട്ടിന് വന്നിരിക്കുന്നത്. സോ എന്തായാലും എനിക്കറിയില്ല, ഞാൻ എന്നാലും മാക്സിമം ട്രൈ ചെയ്യാം. അല്ല, ഞാൻ അനക്കള ശബ്ദം കേട്ടിട്ടാണ് ഞാൻ എന്റെ കൈ പിടിച്ചത്. എന്തായാലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ തന്നെ. എനിക്ക് അതിനുള്ളൊന്നും പറയാനില്ല. കാരണം എനിക്കിത് പറയുമ്പോൾ തന്നെ ഒരുമാതിരി വേറെ രീതിയിൽ ഫീൽ ആയിട്ട് എനിക്ക് ഗൂസ് ബംപ് ആയിക്കൊണ്ടിരിക്കുക. സോ ഇനി എന്തെങ്കിലും ആയിക്കോട്ടെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തോളുക. ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് പറയാനുള്ള റീസണ്, നിങ്ങൾ വന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, ലൈക്ക് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്താൽ മാത്രമേ വീഡിയോ വന്നിട്ട് റീച്ച് ആകത്തുള്ളൂ. നിങ്ങൾ ഓരോരുത്തരും ലൈക്കും ഈ വീഡിയോയുടെ അടുത്ത പൊസിഷനിലേക്ക് പോകാനുള്ള ഒരു 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 ഇതാണ്, ഊർജ്ജമാണ്, ഒരു ഫ്യൂലാണ്. സോ പ്ലീസ് എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക. ഇപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്ത് വീഡിയോ കണ്ടിന്യൂ ചെയ്യുക. വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സ്റ്റാർട്ട് ചെയ്യാം. ഭയങ്കര വലിയൊരു ബിൽഡിംഗ് ആണ്. ഓരോ പാർട്സായിട്ട് എക്സ്പ്ലോർ ചെയ്യാം. വന്നപ്പോഴത്തെ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. കൂടുതൽ വളരാമെന്ന് പറയുന്നില്ല. ഞാൻ ആ സ്റ്റോറി ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നുണ്ടായിരുന്നു, അതാണ് പറഞ്ഞത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഈ ക്യാമറ ലൈറ്റ് സെപ്പറേറ്റ് പിടിക്കണം. അതൊരു വലിയ ചടങ്ങുകൾ പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നോർമൽ ക്യാമറയിൽ പിടിക്കുന്ന പോലെ എനിക്ക് പിടിക്കാൻ പറ്റത്തില്ല. സോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഞങ്ങളുടെ ബാഗ് കാണിരിക്കുന്നത്. കൂടെ ഓണാക്കിട്ടെ, ഫ്ലാഷ് ലൈറ്റ് ഓണാക്കിട്ടെ. നജീബ് നോക്കി കേട്ടോ. നജീബിൻ്റെ അകത്ത് വേഷം കണ്ടോ? അടേ എന്താ ഈ വേഷം ഇന്ന്? ഓക്കെ, നോക്കി വാ. വലിയൊരു ബിൽഡിംഗ് ആണ്. ഇടയ്ക്ക് വന്നിട്ട് ചെരുപ്പിനകത്ത് ചില പല സൗണ്ടുകൾ കേൾക്കും. തെറ്റിദ്ധരിക്കരുത്. ചെരുപ്പ് വന്നിട്ട് എൻ്റെ എങ്ങനെ ചുരുങ്ങി ഒരു പിടുത്തമില്ല, കാലത്ര കയറുന്നില്ല. അതുകൊണ്ട് തന്നെ ചില പല സൗണ്ടുകൾ കേൾക്കും. വേറെ ആരും തെറ്റിദ്ധരിക്കരുത്. ഹലോ, ഇപ്പോൾ ഇവിടുന്ന് സൗണ്ട് കേട്ടായിരുന്നു. അത് നിങ്ങൾ ആരെങ്കിലും ആണോ? ഹലോ, ഹലോ, സൗണ്ട് കേട്ടില്ലേ? എന്ത് ജസ്റ്റ് ഇങ്ങനെ നടന്നു സൗണ്ട്. അതല്ല പിന്നീന്ന് കേട്ടത്. അത് കേട്ടാ എനിക്ക് അറിയാൻ പറ്റൂലേ. ഇത് പിന്നീന്ന് കേട്ടത്. ഏയ്, കൊലിസിന് കാര്യം കിട്ടും. കൊലിസോ? ഇവിടെ ഉള്ള ആത്മാവ് ഒരു ആണല്ലേ? ഞാൻ കൊലിസിന് സൗണ്ട് കേൾക്കുന്നു. ഞാൻ കേട്ട്. ഹലോ, ഇവിടെ ഉള്ളത് ആ അച്ഛൻ തന്നെ അല്ലയോ? ആ അച്ഛൻ്റെ ആത്മാവല്ലേ ഇവിടെ ഉള്ളത്? അതോ വേറെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇവിടെ സൗണ്ട് കേട്ടെ. സൗണ്ട് ഇവിടെ അല്ലേ കേട്ടെ? കേട്ടത് ഏതൊരു പാമ്പ്! എൻ്റെ ദൈവമേ ബ്രോ, ജസ്റ്റ് മിസ് ബ്രോ. കണ്ടതുപോലെ നമ്മളിപ്പോൾ അല്ലേ? ഏതാ ഈ ഐറ്റമൊക്കെ? ജസ്റ്റ് മിസ് നമ്മൾ കണ്ടതുപോലെ. ഏതാ ബ്രോ ഇത്? ഇവിടെ കൂടുതൽ ഇവിടെ കൂടുതൽ എങ്ങനെ ആയിരിക്കും? വിഷം ഉള്ളതാണെങ്കിൽ അറിയില്ല.
നിൽക്കണം. ഏഹ് ഇവിടെ നിൽക്കണം. ഇത് ഏത് സാധനം വേണ്ട. നിക്ക് അടി വാങ്ങുന്നമ്മ. സാധനം കുറച്ച് ചെയ്യുന്നതാണ്. അതിന്റെ കാണുമ്പോ തന്നെ അറിയാം. പിന്നെ വിളിക്കാൻ വേണ്ടി കുഞ്ഞല്ലേ നോക്കുക. ഇവിടെ തന്നെ ഉണ്ട്. ഇതിന്റെ വലിയ ഐറ്റം ഇവിടെ തന്നെ കാണും. നമ്മൾ ഇവിടുന്ന് സൗണ്ട് കേട്ടെ അതേ സ്ഥലത്തു നിന്ന് തന്നെ കറക്റ്റ് ചെയ്തും പോയത് അല്ലയോ? അതിന് ഞാൻ പറഞ്ഞത് കറക്റ്റ് ഇവിടെ നിന്ന് കേട്ട് ഇപ്പൊ നമുക്ക് കറക്റ്റ് അതിന്റെ പാമ്പിന് അങ്ങോട്ടൊന്നും പോകണ്ട. അവിടെ നിന്നായിരിക്കും സാധനം വന്നത്. വെറുതെ മുട്ടേക്ക് വന്നേ. ഇവിടുത്തെ പണി മേടിക്കാൻ കൊത്തുന്ന ഇവിടെ പഞ്ചറായി കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ലേട്ടാ. പാമ്പ് മാത്രം കൊതുകൊണ്ട് പ്രേതത്തെയും പേടിക്കണം. എന്നാ കൊതുകിൽ വലിയ കാര്യം പുറ കാണിച്ചു. കുപ്പിച്ചലോട്ടോ നോക്കിയോ. പാമ്പ്, ചില്ല്, കൊതുക്, പ്രേതം നല്ല കോമ്പിനേഷൻ. ഇവിടെ എന്താ കണ്ടോ? നോക്കിയോ അജീബേ, നോക്കിയോ ഫുള്ള് കാടാ. അവന്നാ മുണ്ട എടുത്തിരിക്കുക. കയറി അത്ര കയറി പോത്തുള്ളൂ സാധനം. സൗണ്ട് മാത്രമല്ല പാമ്പും കാണുമല്ലോ. പാമ്പ് വരെ കണ്ടുകൊണ്ട് ഇപ്പം മൊത്തം മൈൻഡ്. ഹലോ ഹലോ മറിക്കും മണ്ണ്. ഓ കാലം മൊത്തം മണ്ണ് പോയി. ഇവിടെ സൗണ്ട് കേട്ടു ഇപ്പം അവിടുന്ന്. ഹലോ ആ ബിൽഡിങ് ഫുള്ള് അവിടുന്ന് സൗണ്ട് കേട്ടായിരുന്നു. സുഖാണേ അജിബേ വിളിച്ചോ. കാലം മണ്ണ് അടിച്ചേക്കാം. ലോഡുണ്ടല്ലോ. സൗണ്ട് കേട്ട് കിട്ടുന്നുണ്ട്. ഞാൻ പറയുന്നത് കിട്ടുന്നുണ്ട്. ബാത്റൂമാണ്. ചങ്ങല സൗണ്ട് കേട്ടാ. ചങ്ങല സൗണ്ട് സൗണ്ട് ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് ക്ലിയർ ആയിട്ട്. അപ്പുറത്ത് സൗണ്ട് കേൾക്കുന്നത്. എന്തേ നിക്കണ്ടായിരുന്നു ഇപ്പോഴോ? ഇത് ഞാൻ പറയാ ജനലുണ്ട 3 വാതില്ലേ നടുക്ക്. ഈ ക്യാമറ തന്നേക്കുന്നേ കോലുമുട്ടായി ഇങ്ങനല്ല. എന്തായാലും കാണുമ്പോ ക്യാപ്ചർ ചെയ്യാൻ കൈ തന്നേക്കുന്നേ. അജീബേ അപ്പുറത്തു നിന്ന് ആ സൗണ്ട് കേട്ടെ. ഇവിടെ ഫുള്ള് പാമ്പ് കൊണ്ട് നോക്കി വാ. ഇവിടുന്ന് സൗണ്ട് കേട്ടെ. ഞാൻ പറഞ്ഞായിരുന്നില്ലേ അവിടുന്ന് കണ്ടു. ഞാൻ പറഞ്ഞായിരുന്നില്ലേ. ആരാ മേളുള്ള മേളിലാരാ? ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ.
അച്ഛാ നിങ്ങളാണോ അത് മണ്ടയ്ക്കുള്ളേ? മാത്രമല്ല മോളുണ്ടാവും. മോള് മരിച്ചിട്ടില്ല. മോള് മരിച്ചിട്ടില്ല? മോള് മരിച്ചിട്ടൊന്നുമില്ല. നീ എന്ത് പറയുന്നു? മരിക്കണേലും പോകുന്നുണ്ടെങ്കിലും ഇവിടെ ശരിക്കും വേണം കേട്ടോ. പാമ്പൊക്കെ നോക്കുക അജീബേ. കയ്യിലൊക്കെ പൊക്കി കെട്ടിക്കോ. അകത്തോടെ കയറിയപ്പോഴും കാണാൻ അറിയത്തില്ല. തുമ്പിയാണ് എന്താ ആറുന്നൂറ് മനുഷ്യൻ ചോദിക്കണം. നടക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടായിട്ട് ഞാൻ ചോദിച്ചു. ദൈവമേ, ക്യാപ്ചറായി. അല്ല ഇവിടെ നിന്നാണോ വന്നേ? എനിക്കറിയുന്നില്ല. പുറത്തുനിന്ന് വരുന്ന വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണോ വന്നിന്? ഇതുവഴി കാണാം. തലയോടൊന്നും ആരത്? ഹലോ, ഞാൻ പറഞ്ഞായിരുന്നില്ല. ഇല്ല, നീ അവിടെ കിണറ്റിൽ വീണ് വെച്ചെന്ന് പറഞ്ഞില്ലേ? ഞാനിന്റെ സൗണ്ട് ക്ലിയർ ആയിട്ട്. ഹലോ ഹലോ, നീ ആ ചേച്ചി എങ്ങാനാണോ? ഹലോ, പ്രായമായിട്ടുള്ളവരാണ്. ഇതാണോ കൊച്ചുകുട്ടി? അജീവേ സൗണ്ട് ചെയ്തുകൊണ്ട് ക്ലിയർ ആയിട്ട്. പാമ്പുണ്ട്, അടി കൂടെ പാമ്പ് കയറുന്നുണ്ട്. എന്തോന്നാലും പേടിക്കരുത്. ഹലോ, നിക്കണം. എടാ പന്ന പട്ടി ഇതേ തട്ടിട്ട് ഓടുന്നു. എന്താണോ അത്? ആനമുട്ട ഇതേ തട്ടി ഓടുന്നു. ഒന്നാക്കി അതെല്ലാം പൊളിഞ്ഞിരിക്കും ഇതെല്ലാം. പിന്നെ ജീവന്റെ കാര്യം ടോർച്ച് ഹലോ, ആരാത്? ഓടല് കല്ല് വെച്ചാൽ ഞാൻ നിന്നെ അറിയും പറഞ്ഞേ. പിന്നല്ലേ കമന്റിൽ ഓരോരുത്തർ ഞാൻ തെറി വിളിക്കുക. വീടെടുക്കാൻ പോയിട്ടാണ് കണ്ട വഴി ഓടുന്നത്. ഹലോ, എനിക്ക് ശ്വാസം സൗണ്ടാണ് കേട്ടപ്പോൾ. നടക്കുന്നുണ്ട് കേട്ടോ. ഹലോ, ആരത്? ഹലോ, യാരത്? சொல்றா. വാ. എന്തുവാടാ? എനിക്കെങ്ങനെ അറിയാം ബ്രോ? ശരി, വാ.
മണ്ടയ്ക്കാണ് ആരോ ഉള്ളതായിട്ട് തോന്നുന്നത്. അതാ ഞാനും പറയാൻ നേരത്തെ കണ്ടതാണ് അവിടെ നിക്കുന്നത്. ഒന്നൂരടിച്ചങ്ങോട്ട് മുകളിലോട്ട്. ഓ അതായത് ആ സെന്ററിൽ കണ്ട. അത് എനിക്ക് ഡൗട്ട്. ആ മണ്ടയ്ക്ക് ഏതോ സംഭവം എന്തോ ഒന്ന് മണ്ടയ്ക്കുണ്ട്. ആക്ച്വലി മണ്ടയ്ക്കൊന്നാണ് ആ സൗണ്ട് ക്ലിയർ ആയിട്ട് കേട്ടോണ്ടിരിക്കുന്നത്. കേട്ടു ബ്രോ. അതല്ല ഞാൻ നേരത്തെ പറഞ്ഞപ്പോ അതിന്റെ ഉള്ളിൽ നിന്നപ്പോ തന്നെ ഞാൻ പറഞ്ഞാണ് എന്താ അവിടെ ഉണ്ടെന്ന് എന്തോന്ന് കണ്ടായിരുന്ന അവിടെ ഒരാൾ നിക്കണ പോലെ. എന്തുകൂടെ ഓടിപ്പോന്നെ ബ്രോ? ബ്രോ നോക്കി ബ്രോ, ബ്രോ നോക്കിയേ. എന്റെ ദൈവമേ, എന്താ ബ്രോ അത്? ഓ മൈ ഗോഡ്, ആരാ ബ്രോ അത്? ബ്രോ എന്തു ബ്രോ അത്? നിങ്ങളും കൂടിയല്ലേ ബ്രോ അത്? എന്റെ ദൈവമേ, നിഴല എന്താ അത്? എന്തു ബ്രോ അത്? എന്റെ ദൈവമേ, ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്. ക്യാപ്ചറോട്ടെ നമ്മൾ എല്ലാ പ്രാവശ്യം ഓടി അത് പോകുന്നത് ഓടിപ്പോവത്. എന്ത് ഞാൻ പറയുന്നേ ദൈവമേ. എന്തു ബ്രോ അത്? ബ്രോ ഉണ്ട് ഇവിടെ. അവിടെ ഉണ്ട്. ഇല്ല ബ്രോ, പോയത് അവിടെ ഉണ്ട് ബ്രോ. അത് കാണുന്നില്ല. അതെന്താ വിത്തി? എന്തോ ഇത് കാണുന്നത്? അതവിടെ തൂണ. നമ്മളെല്ലാം പക്ഷെ ഓടി അത് പോകുന്നത് ഓടിപ്പോകുന്നത്. എനിക്ക് ഞാൻ പറയുന്നത് ഹലോ அப்பா நீங்களா அது? அப்பா நீங்களா அது? ക്ലിയർ ആയിട്ട് കണ്ടു കേട്ടോ ബ്രോ. ഞാനും കണ്ട്. ഹലോ മോളി കണ്ടില്ലേ? ഏകദേശം അതേപോലെ സാധനം തന്നെ അവിടെ കണ്ടത്. ഇപ്പൊ ബ്രോ ഉണ്ട്. ഹലോ എന്തു വേണ്ടേ? അവിടെ വീണ കണ്ടില്ലേ? ഞാൻ കണ്ടു. ഇത് കണ്ട ഈ അടഞ്ഞിറങ്ങണ തുറന്നിറങ്ങണ ഗേറ്റ്, ഈ ഗേറ്റ് വന്ന് അടിക്കണത് ഞാൻ കണ്ടേ. അത് ക്ലിയർ ആയിട്ട് ഞാൻ കണ്ടത്. ബ്രോന്റെ ക്യാമറ ക്യാപ്ചർ ഉണ്ടാവും. ഹലോ നമ്മൾ കണ്ട് ഈ തൂണാണ് നീ കണ്ടത്? ഈ തൂണാണോ ഈ തൂണ ഈ തൂണൊക്കെ ക്ലിയർ ആണ്. അതിന്റെ മുകളിലായിട്ടാണ് കറക്റ്റ് ഞാൻ കണ്ടത്. എനിക്ക് ഡൗട്ടുണ്ട് ഈ തൂണാണോ കണ്ടേന്നുള്ളത്. ക്യാമറ ഫുട്ടേജ് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. അതാ പറഞ്ഞത്. ഫുട്ടേജ് ചെക്ക് ചെയ്തല്ലെങ്കിൽ ഞാൻ കറക്റ്റ് ആയിട്ട് കണ്ടതാ അത്. അല്ല ബ്രോ, എനിക്ക് ഇതാണോ ഡൗട്ട്. എനിക്ക് ഈ തൂണാണോ കണ്ടേന്ന് സംശയം. അതല്ല, അതായത് ഇവിടെ ഇതിന്റെ മുകളിലോട്ടാണ് ഇത് കണ്ടത്. തല കണ്ടത് കറക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് ഞാൻ കണ്ടതാ. തൂണാണെങ്കിൽ നമുക്ക് ഒരിക്കലും ബ്ലാക്ക് ആയിട്ട് കാണൂല. ഇത് വൈറ്റ് കളറാ. ഹലോ ഒന്ന് നടക്കുന്ന ശബ്ദം കേട്ടില്ലേ? നിന്റെ ചെവി അത് നാല് ചെവിയാണ് നിന്റെ. എനിക്കൊന്നും കേൾക്കാൻ പോലും ഈ വണ്ടിയുടെ സൗണ്ട് കാരണം. ക്ലിയർ ആയിട്ട് കേട്ടിയത്. ശരി ബാബാ. ബ്രോ സൂക്ഷിച്ചു പോട്ടാ. സൂക്ഷിച്ചു പോന്നല്ല, പോവാന്ന്. അയ്യോ ബ്രോ, ബ്രോ വേണ്ട ബ്രോ,
പ്രേതത്തിന്റെ അടുത്ത് ആരാന്ന് അച്ഛൻ നിങ്ങളാണോ? അച്ഛൻ നിങ്ങളാണോ?